ഈ ജയിലിൽ വെച്ച് നിരവധി ആളുകളെ പരിചയപ്പെടാൻ പറ്റില്ലോ, പ്രതികളെ. അതില് ലഹരി കേസിൽ പ്രതികളാണ് കൂടുതലും. അവരുടെയൊക്കെ ഒരു രീതിയാണ് ഈ ലഹരി മാഫിയയിൽപ്പെട്ടവരാണോ അതോ ഇതുപോലെ കബളിപ്പിക്കപ്പെട്ടവര് വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു? അതിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ, അന്യസംസ്ഥാനക്കാരാണ്. വെറുതെ ഒരാവശ്യമില്ലാതാണ് കേരള സർക്കാർ അവർക്ക് ചെലവിന് കൊടുക്കുന്നത്. അവരുടെ അടുത്ത് ആരെ പേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിഞ്ഞും കൂടാ. അവരുടെ സ്വന്തം നാട്ടിൽ നിന്നാണ് ലഹരി എത്തിക്കുന്നത്. അവർ സ്വന്തം നാട്ടിൽ നിന്നാണ്. അത് ബോധപൂർവം തന്നെ കൊണ്ടുവരുന്നതല്ല. അത് ഇവിടെ കേരളത്തിലുള്ള ആൾക്കാർ വെച്ച് തന്നെ കൊണ്ടുവരുന്നത്. ഇവരവിടെ പോയി അവിടെ നിന്ന് കളക്ട് ചെയ്ത് ഇവരെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിടും. പിടിക്കപ്പെടുമ്പം അവന്മാരിവിടെ അകത്താവുകയും ചെയ്യും. വിദ്യാർത്ഥികളും ഉണ്ട്. വിദ്യാർത്ഥികളെ പിടിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണവരായിരിക്കും. അതായത് 1 ഗ്രാം 2 ഗ്രാം പരിചയപ്പെടാൻ പറ്റി. അവരെല്ലാം യൂസ് ചെയ്യണവര്. വിൽപ്പനയൊന്നുമില്ല, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇവിടെ പഠിക്കാൻ പറഞ്ഞ പിള്ളേരായിരിക്കും. കാരണം ഇപ്പൊ കൊച്ചിയിൽ ഒരുപാട് 6 മാസത്തെ കോഴ്സ്, 4 മാസത്തെ കോഴ്സ്, ഇങ്ങനെ പറഞ്ഞ കോഴ്സ് ഉണ്ട്. ഈ പാവം ഓരോ മാതാപിതാക്കൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വിടും. 6 മാസത്തെ കോഴ്സ്. ഒത്തിരി പേരുണ്ട്. എന്നും കരച്ചിൽ കാണാൻ സമയമുള്ളൂ, രാത്രിയാവുമ്പോൾ സമയമാകുമ്പോഴത്തേക്ക്. കാരണം ഏറ്റവും കൂടുതൽ പെട്ടവരാണ്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് പുറത്തു പോയാൽ മതി എന്നുള്ള രീതിയിൽ. ഒരിക്കൽ പോണവരൊരിക്കലും തിരിച്ച് ആവർത്തിക്കൂല. ഡ്രഗ്സ് കേസിൽ അതോടെ നിർത്തിക്കോളും. അല്ല, ഇപ്പൊ ഇതിനകത്ത് വൈശാഖിന് ഒരു 45 ദിവസം കഴിഞ്ഞ് ജയിലിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞു, ജാമ്യം കിട്ടി പുറത്തിറങ്ങി. ഇതുപോലെ തന്നെ ലഹരി കേസിൽ പുറത്തിറങ്ങിയാൽ പിന്നെ ഇത്ര എല്ലാ കാര്യമുള്ളതല്ലേ പൊതുവെ ആളുകൾ എല്ലാരും വിചാരിക്കണമെന്ന് വെച്ചാൽ, ഇപ്പം ഏറ്റവും കൂടുതൽ ഈ ഡ്രഗ്സ് കേസിന്റെ ഇത് വർദ്ധിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു വ്യക്തിയെ പിടിക്കുമ്പോൾ അത് പിടിക്കുന്നതിന്റെ കാരണം ഒരു 4 ഗ്രാമോ 5 ഗ്രാമോ പിടിക്കുകയാണ്. പിടിച്ച് ഒരു 40-45 ദിവസത്തിൽ ജാമ്യത്തിൽ ഇറങ്ങും. അപ്പോൾ പുറത്ത് നിൽക്കുന്നവർ നോക്കുമ്പോൾ കഞ്ചാവ് കേസിനെ പിടിച്ചിട്ട് അവ ഇത്ര ദിവസത്തിനകത്ത് ജാമ്യം ഇറങ്ങിയ ഇങ്ങനൊരു ചിന്ത വരും. അപ്പോൾ അയ്യോ കേസ് ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ അത്രയല്ല. ഇനി ഇതിപ്പം ജാമ്യത്തിലാണ് നിൽക്കുന്നത്. ഈ ജാമ്യം കഴിഞ്ഞ് ഇനി ഒരു കേസ് വിളിക്കുന്നുണ്ട്. 4 വർഷം 5 വർഷം ആകുമ്പോൾ കേസ് വിളിക്കും. അന്ന് ചിലപ്പോൾ ശിക്ഷ അടിക്കാം 8-9 വർഷത്തേക്ക്. അത് പിന്നെ അറിയുള്ളൂ. ഇപ്പൊ ആർക്കും അത് അറിയാം. ഈ ലഹരി കേസിൽ പിടിക്കപ്പെട്ടതിന്റെ ഒരു നാണക്കേട് ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഇന്നും. ഈ വൈശാഖിന്റെ കുടുംബാംഗങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരുപാട്. എനിക്ക് എന്റെ അമ്മ, അനിയത്തി, ഞാൻ, അച്ഛൻ മരിച്ചു പോയിട്ട് 4 വർഷമാണ്. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. എന്റെ പേരിൽ ഇന്നേ വരെ ഒരു കേസ് പോലും ഇല്ല. ഒരു പെറ്റി കേസ്. ഞാൻ ഹെവി ഡ്രൈവറാണ്, വണ്ടി ഓടിക്കുന്ന വലിയ വണ്ടി, നാഷണൽ പെർമിറ്റ്. ഇപ്പോഴും ഞാൻ ജോലി എടുത്ത് തന്നെ ജീവിക്കുന്നത്. ഇന്നും എന്നെ എവിടെ ചോദിച്ചാലും ഞാൻ ഉറപ്പ് പറയാം, എവിടെ ചോദിച്ചാലും ഞാൻ ലോറി ഇടയ്ക്ക് ആംബുലൻസ് ഓടിക്കുമായിരുന്നു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ. അങ്ങനെ ഞാൻ ജോലി ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ ഡ്രൈവിംഗായിട്ട് ബന്ധപ്പെട്ട് തന്നെ ജോലി ഞങ്ങൾക്ക് വന്നത്. അപ്പം ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് പുറത്തോട്ട് പോകണമെന്ന് ഭയങ്കര പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം കേസ് വേറെ ഒന്നുമില്ല, എനിക്കൊന്നുമില്ല, അതുകൊണ്ട് ഇത് വേണമെന്ന് പറഞ്ഞു. ഇവർക്കെല്ലാം എടുത്തു കൊടുത്ത്, ഇത് കേസില്ലാത്തതിൻ്റെ തെളിവ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തു ഇവർക്ക്. ഈ ലഹരി കേസിൽ പിടിക്കപ്പെട്ട് പുറത്തിറങ്ങി, ജയിലിന് പുറത്തിറങ്ങി, ജാമ്യം കിട്ടി. അതിനുശേഷം ഏതെങ്കിലും ലഹരി സംഘങ്ങളെ വൈശാഖിനെ സമീപിച്ചിട്ടുണ്ടോ ഈ ലഹരി ഇടപാടുകൾക്ക് വേണ്ടി? അല്ലാണ്ടൊക്കെ വിളിച്ചിട്ടൊക്കെ ഇട്ട് ഇതെങ്ങനെ കൊണ്ടുവരണേ. അതായത് കേരളത്തിൽ അപ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഫേമസ് ആയി വന്നു. ഈ സാധനം ഹൈബ്രിഡ്, അത് നോർമൽ കഞ്ചാവല്ല, പുറത്തുനിന്ന് പറഞ്ഞ കഞ്ചാവായതുകൊണ്ട് അതിന് ഭയങ്കര. അപ്പൊ എന്നെ ഇടയ്ക്ക് അല്ലാണ്ടൊക്കെ അറിയാന്നുള്ളവരെ വിളിച്ചിട്ട് ഞാൻ തൊഴുതു പറഞ്ഞു, എന്നെ ഇതിന് വിളിക്കില്ല. കാരണം ഒന്നാമത് കേസിന്ന് ജാമ്യം കിട്ടി. ഞാനിപ്പോ എന്റെ നിരപരാധിത്വം തെളിയിക്കാനാണ് നോക്കണേ. എനിക്ക് കൂടുതൽ ഇതിലോട്ട് പോകണമെന്നില്ല. എനിക്ക് വേണമെങ്കിൽ അവരെ പലരെയും കോണ്ടാക്ട് ചെയ്ത് എനിക്കിത് വേണേൽ വർദ്ധിപ്പിച്ച് എനിക്ക് വേറെ രീതിയിലും. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഞാൻ അത്രത്തോളം ഞാൻ അനുഭവിക്കും. കാരണം ഇപ്പോൾ നോർമലി എൻ്റെ നാട്ടിലായിരുന്നാലും എൻ്റെ കേസ് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ ഇന്ന് എല്ലാവരുടെ കണ്ണിൽ ആ ഒരു രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് മാറണം എന്തായാലും. കാരണം ഞാൻ ഒന്നും ചെയ്യാതെ ഞാൻ കുറ്റക്കാരനാവേണ്ട ആവശ്യമില്ല. ഞാൻ അത് ചെയ്തിട്ടാണ് എന്നെ പറയണമെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ ചെയ്യുന്നുണ്ട്, എന്നെ പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമില്ല. അവര് അന്വേഷിക്കേണ്ട ആവശ്യം. ഈ ലഹരി സംഘങ്ങൾ ഭീഷണിയുണ്ടോ? കാരണം അന്ന് ഇപ്പൊ ഈ അവർക്കെതിരെ മൊഴി നൽകാതിരിക്കാനോ മറ്റോ എന്തെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നോ? ഭീഷണി ചിലപ്പോഴും ഇന്നേക്ക് ശേഷം ഇനി വന്നേക്കാം ചിലപ്പോഴും. പേടിയുണ്ടോ? പേടിയുണ്ടെന്ന് വെച്ചാൽ, കാരണം ഞാൻ ജീവിക്കാല്ലേ നടക്കണേ, എനിക്ക് പേടിയുണ്ട്. പേടിയെന്ന് വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ ഇത് വരും, സ്വാഭാവികമായിട്ട് അവരെ മനസ്സിൽ ഇപ്പൊ പേടി വരും. ഇനി ഇതില് അല്ല, എപ്പോഴെങ്കിലും സ്വാഭാവികമായിട്ടും വൈശാഖ് ജയിലിലായത് ഈ ലഹരി കേസിലാണ്. വൈശാഖിനെ കുടുക്കിയ അവരെ കുറിച്ച് അന്വേഷണം നടത്തേണ്ടേ? അവരാരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മനസ്സിലാക്കാൻ എവിടെയുള്ളവരാണെങ്കിലും
ചെറിയ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ആരാണെന്നുള്ള കറക്റ്റ് അറിയില്ല ഞങ്ങൾക്ക്. എന്തായാലും മൊഴി കൊടുത്തായിരുന്നു. മൊഴി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് കസ്റ്റംസ് അന്വേഷിക്കാതെ? കസ്റ്റംസുകാർ മൊഴി കൊടുത്ത് അവര് നല്ല നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു നല്ലൊരു ചെയിനാണിത്, വലിയൊരു ബെൽറ്റാണ്. കുറച്ച് പാട്. അത് നമ്മളെ ഇവിടെ ഒരു സ്റ്റേറ്റ് മാത്രം വിചാരിച്ചത് നടക്കൂല. ഇപ്പൊ ഇങ്ങോട്ടുള്ള ഡ്രഗ് നമ്മുടെ കേരള സർക്കാർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഇപ്പൊ നോർമലി ഡ്രഗ്സ് കേസ് വന്നപ്പോൾ തന്നെ കേരള സർക്കാരിനെ എല്ലാവരും കൂടി കുറ്റം പറയണം. ഇതിപ്പോൾ ഏത് സർക്കാർ ഇരുന്നാലും ഇത് തന്നെ അവസ്ഥ. വെളിയിലുള്ള സ്റ്റേറ്റിന്റെ സപ്പോർട്ടുണ്ട്. ഇപ്പൊ ഞാൻ തായ്ലാൻഡിൽ നിന്ന് വന്നു. തായ്ലാൻഡ് ലീഗലാണ്. തായ്ലാൻഡിൽ ഒരു കുഴപ്പമില്ല, അതിങ്ങോട്ട് വരെയാണ്. അത് നമ്മുടെ സർക്കാർ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാനൊന്നും പോകില്ല. ഒരു 3 സ്റ്റേറ്റ് ഒരുമിച്ച് ഇപ്പോൾ മെയിനായിട്ട് ബാംഗ്ലൂർ, ആന്ധ്ര കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കേരളത്തിൽ സാധനം വരും. ഇപ്പൊ അതുപോലെ ഈ ലഹരിക്കടത്തിന്റെ രീതി മാറിയിട്ടുണ്ടല്ലോ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊറിയർ വഴി ലഹരി എത്തിക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കാം? ഇതുപോലെ പിടിക്കപ്പെടുന്നതുകൊണ്ടാണോ? ഉറപ്പായിട്ടും. ഇപ്പം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ തന്നെ എന്നെ പിടിച്ചതിന് ശേഷം ഒരുപാട് വ്യക്തികളെ പിടിച്ചു. കൊറിയർ വഴി അതോ ഈ അല്ലാണ്ട് 3 പേര് അല്ലാണ്ട് പിടിച്ചിട്ടുണ്ട്. 3 പേര് ഒരുമിച്ച് പിടിച്ച് നമ്മുടെ മലപ്പുറത്തെ കോഴിക്കോട് എന്തുള്ള പിള്ളേരായിരുന്നു. അവരും ചെറുപ്പക്കാരാണ്. എനിക്ക് 24 വയസ്സേ ഉള്ളൂ. എനിക്ക് ഒരു 24 ഏജേ ഉള്ളൂ. എന്നെ പോലെ തന്നെ 24, 26 ഇങ്ങനത്തെ ഏജിലുള്ള പിള്ളേരാണ് ഏറ്റവും കൂടുതൽ പിടിക്കുന്നത്. ഒരിക്കൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രത്യേകിച്ച് നിങ്ങൾ ജയിലിൽ ചെന്ന് കഴിയുമ്പോൾ ഈ ലഹരി മാഫിയയിൽപ്പെട്ടവരും സ്വാഭാവികമായിട്ടും ജയിലിൽ കാണുമല്ലോ. അങ്ങനെ അവര് നിങ്ങളുമായിട്ട് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? നെറ്റ്വർക്ക് സംസാരിക്കും. ആർക്കും ഇതുവരെ അവർക്കും മനസ്സിലായിട്ടില്ല ഇതിനെക്കുറിച്ച് എന്താണെന്നുള്ളത്. അവര് വീണ്ടും ചെയ്യും. അല്ല, ഇതുപോലെ കടത്തിക്കൊണ്ട് വന്നവർ മാത്രമായിരിക്കുമോ? ഇതിലെ പ്രധാനികൾ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ? പ്രധാനികളായിട്ട് അങ്ങനെ കുടുങ്ങിയിട്ടില്ല. പ്രധാനികൾ എന്നവരെ കുടുങ്ങിയിട്ടില്ല. എല്ലാം താഴേക്കിടയിലുള്ള ആളുകളാണ്. പറഞ്ഞു ഇപ്പോ പോലീസ് 4 ഗ്രാം 5 ഗ്രാം പിടിച്ചിരുന്നാലും അതോടെ ആ പിടിക്കുന്ന വ്യക്തിയെ മീഡിയക്ക് കൊടുത്ത് അവനെ പബ്ലിസിറ്റി ആക്കി അവന്റെ ലൈഫും സ്പോയിൽ ചെയ്ത് അതോടെ കേസ് വിടുകയാണ്. ഇതിന്റെ മുകളിലോട്ടുള്ള ഒന്നിനും പോകണില്ല. ഇപ്പൊ 4 ഗ്രാം എന്നെ ഒരു 4-5 ഗ്രാം വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ എന്നെ വെറുതെ ഒരു 10 പേര് അവിടത്തെ നാട്ടുകാർ അത്രയും കൂട്ടി ഒരു വീഡിയോ എടുത്ത് ആ പിടിച്ച സാധനത്തിനെ വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങ് വിടെയാണ്. അത് വെച്ച് അവരങ്ങ് ആഘോഷിക്കും. ഇതിനപ്പുറം ഒരു അന്വേഷണം ഇല്ല എന്താണ് ഏതാണെന്നുള്ളത്.